എന്റെ മോളെ കരയരുത്. വിഷമിക്കണ്ട. അവിടുന്ന് നേരെ ഞാൻ ഈ എയർപോർട്ടിലേക്ക് വരുമായിരുന്നു. അവിടെ നിങ്ങൾ എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എന്തെന്ന് വെച്ചാ അന്ന് അച്ഛൻ കാണിച്ച ഫോട്ടോയിലുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കാജൽ, ഓസ്ട്രേലിയ, സാഗർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഉടനെ ഓർമ്മ വന്ന ഒരാള് ജെനിഫർ ആയിരുന്നു. സോറി യാർ, നിന്നോട് ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു പോയി. എനിക്ക് സാഗർ എന്നൊരു ഫ്രണ്ടുണ്ട്. ഇവിടെ പഠിത്തം കഴിഞ്ഞിട്ടിപ്പോ ഇന്ത്യയിലേക്ക് പോയിരിക്കുകയാണ്. അവന്റെ ഫാമിലിയിലുള്ളവര് അവന്റെ ഇഷ്ടം ചോദിക്കാതെ അവനൊരു കല്യാണം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പെണ്ണുമായിട്ട് പ്രേമാന്ന് കഥയുണ്ടാക്കി ഒരു ഫോട്ടോ അവന് അയച്ചു കൊടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ നിന്റെ ഫോട്ടോയാണ് മെയിലിൽ അയച്ചു കൊടുത്തത്. സോറി യാർ. ഹേയ്, ഇറ്റ്സ് ഓക്കെ. എന്റെ ഫോട്ടോ കാരണം അവനൊരു സഹായമെങ്കിൽ അത് നല്ല കാര്യമല്ലേ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആരെയും സ്നേഹിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് എന്റെ ഫോട്ടോ എങ്കിലും ഒന്ന് സ്നേഹിച്ചോട്ടെ. എടി, പക്ഷെ എനിക്കിത് കാരണം ഒരു പ്രോബ്ലം വരില്ലല്ലോ അല്ലേ? നോ യാർ, ഹീസ് എ ജെന്റിൽമാൻ. ഇൻസിഡന്റലി എന്റെ ഫോട്ടോ വെച്ച് ഇവൻ ആ ഡ്രാമ കളിക്കുന്നത്, ഇവൻ ആ സാഗർ എന്നൊക്കെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ ഞാനൊരു ഇന്റർനാഷണൽ ഡോണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാ വന്നതെന്ന് നിങ്ങൾ അറിഞ്ഞ എന്നെ നിങ്ങൾ വീട്ടിനകത്ത് കേറ്റത്തില്ലെന്നോർത്ത് പേടിച്ചു. അതുകൊണ്ടാ സാഗറിന്റെ മറ്റേ ആ ഇൻസിഡന്റ് ഓർത്ത് ഞാൻ വീട്ടിലോട്ട് വന്നേ. അവന്റെ ലവറായിട്ട് ആക്ട് ചെയ്തതൊക്കെ. അന്ന് നമ്മളെല്ലാവരും അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്റെ അച്ഛനും അമ്മയും കൊന്ന് ആ മഹാഭാവിയെ ഞാൻ കണ്ടത്. ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്ന കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ അവൻ അന്ന് എന്നെ തേടി വന്നേനെ. ഇത്രയും കളിച്ചിരിയും സ്നേഹം നിറഞ്ഞ വീട്ടില് എല്ലാം നഷ്ടമാവുമല്ലോ എന്ന് ഓർത്ത് പേടിച്ചാ ഞാൻ ഈ വീട് വിട്ടു പോയത്. എന്നാൽ അന്ന് നീ പോകാൻ ഇറങ്ങിയപ്പോ ഞങ്ങളല്ലേ തടഞ്ഞത്. ഇന്ന് എന്റെ മകൻ നിന്നെ തടഞ്ഞു. അല്ല മോളെ, നിന്റെ അച്ഛൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത് നീ സേഫായിട്ടിരിക്കാൻ വേണ്ടിയാണ്. നിന്റെ അച്ഛന്റെ വിശ്വാസം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടെന്താ പ്രയോജനം? ഞങ്ങളെ കൊണ്ട് നിന്റെ സ്വന്തം അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ നിന്നോടുള്ള അതിര് കവിഞ്ഞ സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കും മോളെ. ഇപ്പൊ നീയും ഞങ്ങളുടെ കുടുംബത്തിലൊരംഗമായി. ഏതവനാണേലും ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇനി എന്റെ പ്രാണൻ പോയാലും നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും. ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഐ എം സോറി സാഗർ. നീയല്ല പറയേണ്ടത്, ഞാനാണ് നിന്നോട് സോറി പറയേണ്ടത്. നിന്റെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ആദ്യത്തെ തെറ്റ്. അത് നിന്റെ സിറ്റുവേഷൻ അറിയാതെ നിന്റെ ദേഹത്ത് കൈവച്ചതും എൻ്റെ രണ്ടാമത്തെ തെറ്റ്. ഐ എം റിയലി സോറി. ഇതിനെല്ലാം കാരണം ഞാനാണ് കാജൽ. വേറൊന്നും എന്നോട് തോന്നരുത്. ഐ എം എക്സ്ട്രീംലി സോറി. വൈ ആർ യു സോറി? നീ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ എന്റെ ഫോട്ടോ ഇവർക്ക് കിട്ടിയത്. അതൊരു ഹെൽപ്പല്ലേ? താങ്ക്സ് ടു യു. കയ്യിൽ കിട്ടിയോളെ വെറുതെ വിട്ടിട്ടേ എവന്റെയോ കയ്യിൽ നിന്ന് അടിയും വാങ്ങി വന്നിരിക്കുന്നു. നിനക്കൊന്നും നാണല്ലടാ. അവൻ അവിടെ വെച്ച് തന്നെ വെട്ടിക്കൊന്നിട്ട് വരണ്ടല്ലേ? വെട്ടും. അവൻ അടിക്കുന്ന ഓരോ അടിക്കും പൊട്ടിയെല്ലാം ചേർത്ത് വെക്കുന്നതിന് ഡോക്ടർക്ക് ഒരാഴ്ച എടുക്കുമെന്നാ പറഞ്ഞത്. അവൻ അടിക്കുന്ന അടി എങ്ങനെയുണ്ടെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാമല്ലോ. ആ നായ സ്ഥിരമായിട്ട് വന്ന് എന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്നത് നിർത്തണമെങ്കിൽ കാജോളിനെ പിടിച്ചോണ്ട് പോയി അവന്റെ മുന്നിൽ കൊണ്ട് നിർത്തണം. നിന്നെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നാ അത് നടക്കത്തില്ല. അതിന് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഡോണ്ട് വെറി മിസ്റ്റർ രാജശേഖരമൂർത്തി. ഈ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പാടില്ലാത്തതാ. പക്ഷേ നിങ്ങൾ എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ പറയാം. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം അപ്പോഴേ പോലീസ് അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഇപ്രാവശ്യം അവന് രക്ഷപ്പെടാൻ സാധിക്കില്ല. പോലീസ് ഒന്നി അവനെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യുന്ന ഉറപ്പാ. നീ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാജലിന്റെ സെക്യൂരിറ്റി എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. താങ്ക് യു സാർ. കേട്ടല്ലോ മോളെ, നിന്റെ സെക്യൂരിറ്റി ഹോം മിനിസ്റ്റർ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി നിനക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോകാം. സന്തോഷമായ മോളെ.
Where is my Jasmine? Jasmine. Wow, Jasmine. Come on, Jasmine. 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 അത് നമ്മുടെ തൂപ്പുകാരിയാ. എന്താണ് ഈ കളി കാണിക്കുന്നത്? Jasmine. Jasmine. എന്താ? Jasmine. Jasmine. Hey, Jasmine. അയ്യോ എന്താണ് സോനുഭായ്? അയ്യോ എടാ സോനുഭായ് എടാ മെന്റൽ പിടിച്ചവനെ സൈക്കോ. ജാസ്മിൻ അല്ലടാ ക്ലീൻ ചെയ്യാൻ വന്ന പെണ്ണ, ക്ലീൻ ചെയ്യാൻ വരുന്ന പെണ്ണ. എടാ സോനുഭായ് എടാ പ്രാന്ത വിടറോ. അയ്യോ എടി നിന്നോട് ഇവിടെ ആരാണ് വരാൻ പറഞ്ഞത്? പോടി ഇവിടുന്ന്. ശരി. ഹേയ് എടാ സോനു, നിനക്ക് എന്താ പറ്റിയത്? എന്താ ഇങ്ങനെ സൈക്കോ പോലെ കാണിക്കുന്നത്? അല്ല നിനക്കൊരു ജോലിക്കാരിക്ക് ലവറിന് വ്യത്യാസം അറിയാൻ പാടില്ലടാ. തന്റെ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. എവിടെ ജാസ്മിൻ പറ. കൂൾ. നീ ഇന്ത്യയിലേക്ക് വന്ന വിഷയം അതെങ്ങനെയോ ലീക്കായി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞിട്ടുണ്ട് സോനു. നിന്നെ എങ്ങനെയെങ്കിലും പിടിക്കാൻ വേണ്ടി അവന്മാർ കാത്തിരിക്കുവാണ്. അവളെ കിഡ്നാപ്പ് ചെയ്തു എന്നറിഞ്ഞ ഉടനെ അത് നീയാണ് ചെയ്തതെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഈ സിറ്റി ഫുള്ള് ബ്ലോക്ക് ചെയ്ത് എല്ലാ സിഗ്നലിലും ചെക്കിംഗ് പോയിന്റ് ഉണ്ടാവും. പക്ഷേ ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മുടെ പിള്ളേര് സമയം നോക്കിയിട്ട് അവളെ കിഡ്നാപ്പ് ചെയ്ത് സിറ്റിയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്തിലുള്ള എൻ്റെ ഓൾഡ് ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരെയും എൻ്റെ കാറിൽ ഒസൂറിലേക്ക് കടത്തിവിടാം. എൻ്റെ കാറിൽ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കാർ ഒരു പോലീസുകാരനും തടുക്കത്തില്ല. ഹൊസൂറിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചെന്നൈ ACP അവിടെയുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും അയാളുടെ റിസ്കിൽ ചെന്നൈ എയർപോർട്ടിൽ സുരക്ഷിതമായി കൊണ്ടുപോയി വിടും. ചെന്നൈ എയർപോർട്ടിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ലേഡി ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി 2 ടിക്കറ്റുമായി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. മിഡ് നൈറ്റ് ഫ്ലൈറ്റ് വിത്തൗട്ട് റിസ്ക്. നീ ഓസ്ട്രേലിയക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കും. വാട്ട് യു സേ? വെൽ ഡൺ മൈ ഫ്രണ്ട്, വെൽ ഡൺ. ഞാൻ മാത്രമാണ് മാസ്റ്റർ മൈൻഡ് എന്ന് കരുതിയിരുന്നത്. താൻ എന്നേക്കാൾ വലിയ മാസ്റ്ററാ. താൻ എന്നെ സഹായിക്കുന്നതിന് തനിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. തനിക്ക് ഇഷ്ടമുള്ളത് ചോദിക്കേ. പ്രോമിസ്? പ്രോമിസ്. എനിക്ക് ആ രാജശേഖരമൂർത്തിയുടെ തല വേണം. തലയോ? യെസ്. നിനക്കുള്ള അണ്ടർവേൾഡ് ലിങ്ക് വെച്ച് അവനെ പൊക്കണം. പക്ഷേ ഒരേ ഒരു കാര്യം, എൻ്റെ മേത്തൊരു സംശയം പോലും വരാൻ പാടില്ല. അതൊക്കെ എനിക്ക് ഒരു ബീർ കുടിക്കുന്ന പോലെയുള്ളൂ. നിന്ന സ്ഥലത്തു നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് ആരെ വേണമെങ്കിലും പൊക്കും. പക്ഷെ ജാസ്മിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ കുറച്ച് വീക്കാ. ആ മൂർത്തിയുടെ തല വീണെന്ന് കരുതിക്കോ.
എന്റെ അമ്മേ, എന്തിനാടി എത്ര ഇങ്ങനെ നേരം ഇരിക്കുന്നെ? നിന്നെ കിടന്ന് വിളിക്കുന്നു? തിരിഞ്ഞു പോലും നോക്കിയില്ല. കാജൽ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും നിന്നെ കണ്ണി തെളിയില്ലേ? അതെ, കണ്ടില്ല. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ?